നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ ചരിത്രത്തിൽ വേൾഡ് കപ്പിൽ അവർ കളിക്കുന്ന ഏറ്റവും മോശം കളിയാണ് ബ്രസീൽ നോർവേക്കെതിരെ കളിച്ചത്. ഒരു ഇൻറ്റൻസിറ്റിയും ഇല്ല, ബോൾ കീപ്പ് ചെയ്ത് നീക്കങ്ങൾ ഉണ്ടാക്കാൻ പോലും പറ്റുന്നില്ല. നോർവേ പോലുള്ളൊരു ടീമിനോട് ബസ് പാർക്ക് ചെയ്യുന്ന പോലെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ രണ്ടാം പകുതിയിലേക്ക് വെറും 10-25% മാത്രമാണ് ബോൾ പൊസിഷൻ. ടോട്ടൽ നോക്കുമ്പോൾ വെറും 30-34% മാത്രമാണ് ബ്രസീലിൻ്റെ കയ്യിൽ ബോളുള്ളത്. വേണ്ട വിധത്തിലും മധ്യനിരയിലോ മുന്നേറ്റത്തിലോ ഒന്നും നീക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റാതെ പരിതാപകരമായ പെർഫോമൻസ് നടത്തിയൊരു ബ്രസീൽ നോർവേക്ക് മുന്നിൽ അല്ലെങ്കിലും തോറ്റിട്ടേയുള്ളൂ. ഇതിനു മുമ്പത്തെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു. വേൾഡ് കപ്പിൽ 1998 ഒരേ ഒരു തവണ ഇതിന് മുമ്പ് ഏറ്റുമുട്ടിയത്. അന്ന് 2-1 പൊട്ടിയതാണ്. അത് ഗ്രൂപ്പ് സ്റ്റേജ് ആയിരുന്നു. ഇപ്പോൾ ഇതാ റൗണ്ട് ഓഫ് 16 അതുപോലെ തന്നെ ഒരു പരാജയം ബ്രസീൽ ഏറ്റുവാങ്ങുന്ന കാഴ്ച. 2-1 പരാജയം. ഏർലിംഗ് ഹാലൻഡിൻ്റെ ഇരട്ട ഗോളുകൾ, നെയ്മറുടെ ഒരു പെനാൽറ്റി മടക്കിയത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ അടക്കം 5 കളികൾ ബ്രസീലും നോർവേയും തമ്മിൽ കളിച്ചു. 3 നോർവേ വിജയിച്ചു, 2 സമനില, 0 വിജയമാണ് ബ്രസീലിൽ. ഇനി ഇത് ഏറ്റവും മോശം കളിയാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടി ഞാൻ പറയാം. ബ്രസീൽ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ബോൾ പോസിഷൻ വെച്ച് കളിച്ചിട്ടുള്ള മത്സരമാണിത്. ഇതിനു മുമ്പ് നെതർലൻഡ്സിനെതിരെ 1998 മത്സരം 40% ബോൾ പൊസിഷനാണ് ബ്രസീലുണ്ടായിരുന്നത്. അതാണ് ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ അവരുടെ ഏറ്റവും മോശം ബോൾ പൊസിഷൻ. അന്ന് 1-1 സമനിലയാണ്. നോർവേക്കെതിരെ ബ്രസീലിൻ്റെ ബോൾ പൊസിഷൻ കേൾക്കണം, വെറും 34%. 1-2 ബ്രസീൽ പൊട്ടുന്നു. നോർവേ പോലൊരു ആവറേജ് ടീമിനോടാണ് ഈ പ്രകടനം എന്ന കാര്യം കൂടി നോക്കണം. പിന്നെ അതിനു മുമ്പുള്ള 2002 തുർക്കിയെക്കെതിരെ 1-0 ബ്രസീൽ ജയിച്ച കളി, 41% ബോൾ പൊസിഷൻ. 2002 തന്നെ ജർമ്മനിക്കെതിരെ 2-0 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ, ബ്രസീൽ എന്ന് 41% ബോൾ പൊസിഷൻ. അർജന്റീനയ്ക്കെതിരെ 1982 43%, 3-1 അതായിരുന്നു അന്നത്തെ ഒരു റിസൾട്ട്. ബ്രസീൽ അന്ന് ജയിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, 34% മാത്രം ബോൾ പൊസിഷൻ. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം ബ്രസീൽ നടത്തി, തോൽവി ഇറന്ന് വാങ്ങി. അതിൽ അത്ഭുതമൊന്നുമില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.